Hi friends, നമ്മൾ ഇന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ മൂന്നാമത്തെ പാർട്ടാണ് ഈ സ്റ്റോക്കിൽ മൾട്ടിബാഗർ ആകുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാനേ പാടില്ല. കാര്യം പാസ്റ്റ് പെർഫോമൻസിന് ഒരിക്കലും ഫ്യൂച്ചറിനെ ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കത്തില്ല, എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിൽ. പാസ്റ്റായിട്ട് വലിയ പെർഫോമൻസ് കാഴ്ചവെച്ച പല കമ്പനികളും ഇന്ന് മാർക്കറ്റിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ലേണിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രമേ നിങ്ങൾ കാണാവുള്ളൂ. ഇങ്ങനത്തെ കമ്പനിയെ ലേൺ ചെയ്യുക, ഇങ്ങനെ കമ്പനി പ്രോഗ്രസ് ചെയ്ത് കയറി പോകുകയാണെങ്കിൽ എന്തുകൊണ്ട് പ്രോഗ്രസ് ചെയ്തു, അല്ല ഇങ്ങനത്തെ കമ്പനികൾ നേരെ കമ്പനികൾ തന്നെ തകർന്നു പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് തകർന്നു പോകും എന്നുള്ളത് ഒരു ലേണിങ്ങിന് വേണ്ടി നമുക്ക് തീർച്ചയായും ഉപകരിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ബെസ്റ്റ് ട്രേഡറായിട്ട് മാറുന്നത്. നമ്മൾ ഫണ്ട് അനാലിസിസ്, നമ്മൾ അതിനുശേഷമുള്ള ടെക്നിക്കൽ ബിഹേവിയർ പാറ്റേണൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നല്ല ട്രേഡറായിട്ട് മാറുന്നത്. സോ ഇത്തവണത്തെ റിസൾട്ട് സീസൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ട്രെൻഡ്സിൽ 7 വീഡിയോ ഓൾറെഡി പോയി കഴിഞ്ഞു. സോ എല്ലാ ദിവസവും വീഡിയോ ട്രെൻഡ്സ് കൊടുക്കുന്നുണ്ട്. റിസൾട്ട് ബേസ് ചെയ്തിട്ട് വീഡിയോസാണ്. ഒരു വീഡിയോയിലും റെക്കമെൻഡേഷൻ നമ്മൾ കൊടുക്കാറില്ല. നല്ല റിസൾട്ട് എന്ന കമ്പനിയെ കുറിച്ചുള്ള അസസ്മെൻറ്റ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, ഇത്തവണത്തെ റിസൾട്ടിൽ പല റിസൾട്ടും കോംപ്ലിക്കേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാം, ഒരു ഫാൻസി കമ്പനിയുടെ റിസൾട്ട് ഈ കഴിഞ്ഞ ആഴ്ച വന്നു. സോ കമ്പനിയുടെ ഏണിങ്സ് പൊട്ടൻഷ്യൽ 3 to 4 years ഏണിങ്സ് പൊട്ടൻഷ്യൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. ഈ കമ്പനിയുടെ റിസർവ് എന്ന് പറയുന്ന 1500 കോടിയുള്ളൂ. കടം സംതിങ് അറൗണ്ട് 11,000 crores ആണ് കടം. അതുപോലെ തന്നെ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് -400 crores ആണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ -400 crores, കടം സംതിങ് അറൗണ്ട് 11,000 crores. ഇഷ്ടംപോലെ ഓർഡർ കയ്യിലുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്, കമ്പനിയുടെ കയ്യിൽ ആകെ റിസർവ് 1500 കോടിയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ് കാണിക്കുന്നത്, പല ആൾക്കാരും ഫാൻസി നെയിം വെച്ചുകൊണ്ട് കമ്പനികൾ മേടിക്കാനും കമ്പനികളിൽ സ്റ്റക്കപ്പായി പോകാനുള്ള സാധ്യതകൾ എപ്പോഴും മാർക്കറ്റിലുണ്ട്. നിങ്ങളെപ്പോഴും കെയർഫുൾ ആവുക. കാര്യം ഹാർഡ് ഏൺ മണിയാണ്. വളരെ സൂക്ഷിച്ച് മാത്രമേ, വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. മാർക്കറ്റ് ടർബുലൻസ് കണ്ടമാനമുണ്ട്. ഇതുപോലത്തെ റിസൾട്ട് വരുന്ന കോംപ്ലിക്കേറ്റഡ് റിസൾട്ട് വരുന്ന കമ്പനികളും ധാരാളം മാർക്കറ്റിലുണ്ട്. പല കമ്പനികളുടെയും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പലതും സർപ്രൈസിംഗ്ലി വീക്കാണ്. എന്തുകൊണ്ട് വീക്കായെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. സോ ഫ്രണ്ട്സ്, വളരെ കെയർഫുള്ളായിട്ട് വേണം മാർക്കറ്റിൽ നിൽക്കാനായിട്ട്. പൈസ സ്റ്റക്കപ്പായി പോകാൻ ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു നോളജിൻ്റെ വീക്ക്നെസ് കൊണ്ട് ഒരു കാരണവശാലും ഫണ്ട് സ്റ്റക്കപ്പായി പോകാനുള്ള സാധ്യതകൾ ആ സാധ്യതകൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നിങ്ങൾ തരണം ചെയ്യാനായിട്ട്. ഫ്രണ്ട്സ്, അടുത്ത മാസം ദാറ്റ് മീൻസ് നവംബർ ഒരു 3rd വീക്കോടുകൂടി എൻ്റെ 23 സെഷൻസ് ഓഫ് ഷോർട്ട്സ് ഇൻ ട്രേഡ് എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഉണ്ട്. ഷോർട്ട്സ് ഇൻ ട്രേഡ് എന്ന് വെച്ചാൽ റിസൾട്ട് വന്നതിൻ്റെ പുറത്ത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതേ ക്വാർട്ടറിൽ എൻട്രിയും അതേ ക്വാർട്ടറിൽ എക്സിറ്റുമായിട്ടുള്ള കൺസെപ്റ്റാണ് ഷോർട്ട്സ് ഇൻ ട്രേഡ്. സോ അത് വളരെ ഡീപ്പായിട്ടുള്ള ഫണ്ട് അനാലിസിസ് പഠിക്കാനുണ്ട്. സാധാരണ യൂട്യൂബിൽ കിട്ടാത്ത രീതിയിലുള്ള ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാനുണ്ട്. ബിഹേവിയർ പാറ്റേൺ പഠിക്കാനുണ്ട്. ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ തറവായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് ഷോർട്ട്സ് ഇൻ ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാര്യം ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട്സ് ഇൻ ട്രേഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഡീപ്പായിട്ട് പോകേണ്ട കാര്യമാണ് ശരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് profit23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പറയുന്നു, ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓരോ ഫിഗേഴ്സും നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ കഴിവതും ക്രോസ് ചെക്ക് ചെയ്താണ് ഫിഗേഴ്സ് കാണിക്കുന്നത്. എങ്കിൽ പോലും എനിക്ക് ക്ലർക്കിൽ എറർ വരാനുള്ള സാധ്യതകളുണ്ട്. ആദ്യത്തെ കമ്പനി ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതിൻ്റെ Q1 പ്രസന്റേഷനാണ് നിങ്ങളെ കാണിക്കുന്നത്. ഗ്ലോബൽ ലീഡർ ഇൻ ഔട്ട്സോഴ്സിംഗ് സൊല്യൂഷൻസ്. ക്യൂസ് കോർപ്പറേഷൻ്റെ സബ്സിഡറിയാണ്. 20+ years ഗ്ലോബൽ BPO സർവീസ് എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. 600+ ക്ലയൻസ് എൻഗേജ്മെന്റ്സ് ഗ്ലോബലി ഇൻക്ലൂഡിംഗ് Fortune 100 ക്ലയൻസ്. ആ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനി ആൾസെക്. ഗ്ലോബൽ ഡെലിവറി കേപ്പബിലിറ്റീസ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്ക്. ചെന്നൈ, ബാംഗ്ലൂർ, നോയിഡ ഇന്ത്യ, മനില ഇൻ ഫിലിപ്പൈൻസ് ആൻഡ് ഡലാസ് ഇൻ USA. ലീഡിംഗ് ആൻഡ് ഫാസ്റ്റ് ഗ്രോയിങ് പ്രൊവൈഡർ ഓഫ് end-to-end HRO സർവീസസ്. Q1 എക്സലന്റ് ഗ്രോത്ത് കൊടുത്ത കമ്പനിയാണ്. സോ Q2 ആ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. റിസൾട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് Q1 ഫിനാൻഷ്യലിലെ അപ്ഡേറ്റ്സ് നോക്ക്. ബെസ്റ്റ് പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചത്. Q4 108 അച്ചീവ് ചെയ്തിട്ട് പോലും സെയിം പെർഫോമൻസ് Q1 കാഴ്ചവെക്കാൻ സാധിച്ചെന്ന് പറയുന്നത് കമന്റബിൾ ആണ് ശരിക്കും. EBITDA Q4-നെക്കാളും Q1 ബെറ്റർ ആയിട്ട് വന്നു. ആൻഡ് ഓപ്പറേഷൻ ക്യാഷ് ഫ്ലോ നോക്കാതെ Q4-നെക്കാളും ബെറ്റർ ആയിട്ട് വന്നു. Q1 ഫിനാൻഷ്യൽ 2024 ഇവൻ പാറ്റും ഫാർ ബെറ്റർ ആയി ശരിക്കും Q1. സോ ആൾസെക് ടെക്നോളജി 940 crores ഉള്ളൂ. മൈക്രോ ക്യാപ് കമ്പനിയാണ്. 1000 കോടി തികച്ചു വന്നിട്ടില്ല. സ്റ്റോക്ക് പീസ് 18.6 അഗൈൻസ്റ്റ് ഇൻഡസ്ട്രി പീസ് 36.7. എക്സലന്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. 73.4 ആണ് പ്രൊമോട്ടർ ഹോൾഡിംഗ്. ഡെപ്റ്റ് ഈസ് ജസ്റ്റ് 43 കോടിയേ ഉള്ളൂ. ആകെ ഡെപ്റ്റ് ടു ഇക്വിറ്റി ഈസ് ജസ്റ്റ് 1.19 ഉള്ളൂ. വെരി ഗുഡ് ROC ആൻഡ് വെരി ഗുഡ് ROE. ആൻഡ് ക്വാർട്ടർ റിസൾട്ട് നോക്കുക. നിങ്ങൾ കഴിഞ്ഞ എന്ത് സ്റ്റേബിൾ ആണ് നോക്കുക. ജൂണിൽ 20 കോടി എന്നുള്ള സ്ഥാനത്താണ് 25 കോടി വന്നിരിക്കുന്നത് ഈ ലേറ്റസ്റ്റ് ജൂണിൽ. സോ 2022 ജൂണിൽ 20 കോടി എന്നുള്ളത് 25 കോടിയായി. 20, 22, 21 കഴിഞ്ഞിട്ട് മാർച്ചിൽ 24 കോടി എന്നുള്ളത് 25ആയി ഈ കഴിഞ്ഞ ജൂണിൽ. ദാറ്റ് മീൻസ്
Quarter stable ആണ് and year on year far better ആണ് ശരിക്കും with a stable OPM percentage. And balance sheet നോക്കുക, see equity dilution വന്നിട്ടില്ല. 15 crores ആണ് equity വന്നിരിക്കുന്നത്. There is no dilution. വളരെ പ്ലസ് പോയിന്റ് ആണ് dilution വരാത്തത്. See the reserve 194 in the 214 ആയിട്ട് കുതിച്ചുയർന്ന റിസർവ് ശരിക്കും. സോ ഫിക്സഡ് അസറ്റ് 56 കോടി 60 കോടിയായി ആൻഡ് വെരി ഗുഡ് ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ് ആണ്. ആൻഡ് ക്യാഷ് ഫ്ലോ സ്ട്രോങ് ക്യാഷ് ഫ്ലോ ആണ്. കഴിഞ്ഞ മാർച്ചിൽ 64 കോടി എന്നുള്ളത് ഈ മാർച്ചിൽ 71 കോടിയായിട്ട് കുതിച്ചുയർന്നു ക്യാഷ് ഫ്ലോ. സ്ട്രോങ് ക്യാഷ് ഫ്ലോ ആണ്. ആൻഡ് റേഷ്യോസ് വെരി ഗുഡ് റേഷ്യോസ് ആക്ച്വലി. ഡെപ്റ്റ് ഡേയ്സ് 66 45 എന്ന് വെച്ചാൽ ദാറ്റ്സ് കമ്പനിയുടെ പ്രൊഡക്ട്സ് സർവീസസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ അപ്രീഷിയേറ്റഡ് എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. And working capital days 50 എന്നുള്ള 42 ആയി. വെരി ഗുഡ് ആക്ച്വലി. ആൻഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇസ് വെരി സ്റ്റേബിൾ. പ്രൊമോട്ടർ ഹോൾഡിംഗ് 73.39 ആണ്. FIS 0 ആയിരുന്നു, അത് അവർ ജൂൺ ക്വാർട്ടറിൽ 0.06 ആയി. DAS 0.80 എന്നുള്ള 1.02 ആയി. അടുത്ത കമ്പനി CMS എന്ന് പറയുന്ന കമ്പനിയാണ്. CMS ഇൻഫോ എന്ന് പറയുന്ന കമ്പനിയാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ നല്ല റിസൾട്ട് കൊടുത്ത കമ്പനിയാണ്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിൽ അവരുടെ മെയിൻ ഒരു ഇൻവെസ്റ്റർ ആയിട്ടുള്ള PE ഇൻവെസ്റ്റർ അവരുടെ സ്റ്റോക്ക് വിറ്റുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഒന്ന് സ്റ്റക്കപ്പ് ആയിപ്പോയി. പക്ഷേ PE ഇൻവെസ്റ്റർ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അതിനേക്കാൾ വലിയ പാർട്ടികളാണ് മേടിച്ചിരിക്കുന്നത്. MIT യൂസേഴ്സ് ഒക്കെയാണ് മേടിച്ചിരിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന്. ക്യാഷ് മാനേജ്മെന്റിൽ വൺ ഓഫ് ദ ലീഡിംഗ് കമ്പനിയാണ് ശരിക്കും. ആൻഡ് ഓഫറിംഗ് എൻഡ് ടു എൻഡ് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻസ്, ക്യാഷ് മാനേജ്മെന്റ്, മാനേജ് സർവീസസ് ആൻഡ് ടെക് സൊല്യൂഷൻസ്. ആൻഡ് അവരുടെ ജേർണി നോക്കട്ടെ. 9x റവന്യൂ ആണ്. 2008 തുടങ്ങിയ ജേർണി 9x റവന്യൂയിലേക്ക് വരുത്തി കഴിഞ്ഞു. 11x EBITDA ആണ് കമ്പനിയുടെ ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ലീഡർ ഇൻ ക്യാഷ് ലോജിസ്റ്റിക്സ് സർവീസസ് ഇൻ ഇന്ത്യ. ATM ക്യാഷ് മാനേജ്മെന്റ് നമ്പർ 1 പ്ലെയർ ആണ്. റിറ്റെയിൽ ക്യാഷ് മാനേജ്മെന്റിലെ നമ്പർ 1 പ്ലെയർ ആണ്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് എമർജിംഗ് ബിസിനസ്സിലെ നമ്പർ 1 പ്ലെയർ ആണ്. ആൻഡ് അവർ ക്യാഷ് ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് 72,000 ATM അവർ മാനേജ് ചെയ്യുന്നുണ്ട്. റിപ്ലേസ് എവറി ആൾട്ടർനേറ്റീവ് ഡേ. Average 1.4 CR per ATM per month. Retail CAT. And India is world's third largest ATM market ആണ്. ബാങ്കിങ് ഓട്ടോമേഷൻ്റെ സപ്പോർട്ട് ATM as a സർവീസ് എന്നുള്ളത് ഇന്ത്യയിൽ കംപ്ലീറ്റ് എല്ലായിടത്തും ATM വന്നിട്ടില്ല. നമ്മളൊക്കെ ATM വഴി നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ പല വില്ലേജസിലും ഇപ്പോഴും ATM സർവീസ് എന്ന് പറയുന്ന ആ ഒരു കൾച്ചറിലേക്ക് വരാൻ കിടക്കുന്നേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ദി സ്കോപ്പ് ആക്ച്വലി. And favorable macroeconomic and industry trends. Fastest growing large economy, 6.1% average growth forecast next 5 years. Growth in domestic consumption. Banks at the center of growing economy. Retail growth to fuel consumption. Cash-based payments have a large share in loans, insurance, retail and e-commerce. And mid-term growth drivers എന്തെല്ലാമാണ്? Cash logistics. 1 ലക്ഷം ATM it to be outsourced for cash management. 1 ലക്ഷം ATM ക്യാഷ് മാനേജ്മെന്റ് ഔട്ട്സോഴ്സ് ചെയ്യാൻ കിടക്കുകയാണ് ശരിക്കും. ATM മാനേജ് സർവീസസ്. PSU ബാങ്ക് റിഫ്രഷ് സൈക്കിൾ 80,000 പ്ലസ് ATM റിഫ്രഷ് സൈക്കിളാണ് PSU ബാങ്ക്സിന്. അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കിന് 20,000 പ്ലസ് ന്യൂ ATMs. ആൻഡ് CMS ഇൻഫോ സിസ്റ്റം 5,924 കോടി. സ്മോൾ ക്യാപ്പ് ആണ്. സ്റ്റോക്ക് PE 21.2 ഉള്ളൂ. ആൻഡ് ഇൻഡസ്ട്രി ബേസ് 29.9. ആൻഡ് ROC is fantastic 28.2. ROE is 20.2. ആൻഡ് ക്വാർട്ടർ റിസൾട്ട് നോക്കുക, എന്ത് സ്റ്റേബിൾ ആണെന്ന് നോക്കുക. കഴിഞ്ഞ ജൂൺ 2022 107 കോടി എന്നുള്ളത് ഈ ജൂണിൽ 134 കോടിയായി. ആൻഡ് മാർച്ചിൽ 139 ആയിരുന്നു. കമ്പനി വാസ് ഏബിൾ ടു മെയിൻറ്റെയിൻ ദി സെയിം ഫിഗർ ആക്ച്വലി ഇൻ Q1 വിത്ത് വെരി ഗുഡ് OPM പെർസെൻറ്റേജ്. ക്യാഷ് ഫ്ലോ സ്ട്രോങ് ക്യാഷ് ഫ്ലോ. 2022 മാർച്ചിൽ 219 കോടിയിൽ നിന്ന് 2023 മാർച്ചിൽ 382 കോടിയായിട്ട് കുതിച്ചു വരുന്നു. ആൻഡ് എക്സലന്റ് റേറ്റിംഗ് അപ്ഗ്രേഡേഷൻ ആണ്. ഇക്രേഡ് അപ്ഗ്രേഡേഷൻ ആണ്. മാർച്ച് 2022 CMS ഇൻഫോ സിസ്റ്റം ലോങ് ടൈം റേറ്റിംഗ് അപ്ഗ്രേഡഡ്. നോക്കൂ, ഇവിടെ അതിൻ്റെ റേറ്റിംഗ് ആക്ഷൻ കൊടുക്കുന്നുണ്ട്. AA+ നിന്നും എയിൽ നിന്നും AA+ലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. ആൻഡ് ഔട്ട്ലുക്ക് റിവൈസ് ടു സ്റ്റേബിൾ ഫ്രം പോസിറ്റീവ്. ആൻഡ് ഇത് ഐസിംഗ് ഓൺ കേക്കാണ്. സെപ്റ്റംബർ മാസം 3,27,27,312 സ്റ്റോക്കാണ് മ്യൂച്വൽ ഫണ്ട്സ് കയ്യിലുള്ളത്. ഓഗസ്റ്റ് മാസത്തിൽ അവരുടെ കയ്യിൽ 3,25,00,000 ഉണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് സംതിങ് അറൌണ്ട് 1.49 lakhs കൂടി സെപ്റ്റംബർ മാസത്തിൽ മ്യൂച്വൽ ഫണ്ട്സിന്റെ കയ്യിൽ. അടുത്ത കമ്പനി പെന്നാർ ഇൻഡസ്ട്രീസ് ആണ്. സോ ഡൈവേഴ്സിഫൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി വിത്ത് എൻഡ് ടു എൻഡ് ക്യാപ്പബിലിറ്റീസ് ആണ്. സോ പെന്നാർ എഞ്ചിനീയറിംഗ്സിന് ഒരു എഞ്ചിനീയറിംഗ് സെക്ടർ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അവർക്ക് ലോട്ട് ഓഫ് സബ്സിഡറീസ് ആർ ദെയർ. പെന്നാർ ഗ്ലോബൽ ഉണ്ട്, പെന്നാർ ഗ്ലോബൽ മെറ്റൽസ് ഉണ്ട്, പെന്നാർ GmbH കാറ്റനം ഉണ്ട്. ആൻഡ് പ്രോമിനന്റ് ക്ലൈന്റിലെ നോക്ക്, അൾട്രാടെക്, ലാർസൺ ആൻഡ് ടൂബ്രോ, റിലയൻസ്, MRF, ആമസോൺ, JS2, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, തെർമാക്സ്, ITC, ടാറ്റ. സി ദി ക്ലൈന്റിലെ ആ വർത്ത് ഒന്ന് നിങ്ങളൊന്ന് നോക്കൂ. ആൻഡ്
Q1 financial highlights ആണ്. Revenue for the Q1 financial 24 under projects has increased from 286.7 കോടി to 325.9, up by 13.64%. Order book of PEB, that means pre-engineering buildings is ₹600 crores in India. Order book already ഉണ്ട് 600 കോടിയുടെ. And engineering services Q1 financial highlights. Revenue from Q1 financial year 24 under services has increased from 13.9 നിന്നും 29.9 ആയിട്ട് അത് 110% ഫസ്റ്റ് Q1 ഇൻക്രീസ് ആയിരിക്കുന്നത്. ആൻഡ് പെരാർ ഇൻഡസ്ട്രീസ് സ്മോൾ ക്യാപ്പാണ് 1574 കോടിയുള്ളൂ മാർക്കറ്റ് ക്യാപ്. സ്റ്റോക്ക് പേസ് 19, ഇൻഡസ്ട്രി പേസ് 20.9. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് വെരി മാനേജബിൾ, 0.88 ഉള്ളൂ. ഡെപ്റ്റ് ഈസ് ജസ്റ്റ് 685 ക്രോസേ ഉള്ളൂ ഡെപ്റ്റ് എന്ന് പറയുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 39.7 ആണ്, കുറച്ച് വീക്കാണെന്ന് വേണം പറയാം. അതിൻ്റെ അകത്തൊരു ക്ലോസ് ടു 3% ഇത് പ്ലെഡ്ജഡ് ആണെന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. അതർവൈസ് എവറിത്തിങ് ഈസ് ഫൈൻ. ROC 3 കൊല്ലത്തെ ROC എന്ന് പറയുന്നത് 9.45 ആണ്, അത് ഓൾറെഡി 13.3 ആയിട്ട് അത് ഫാർ ബെറ്റർ ആയി കഴിഞ്ഞു. ROE 4.87 നിന്നും 9.97 ആയിട്ട് ബെറ്റർ ആയി കഴിഞ്ഞു. ആൻഡ് സീ ദി റിസൾട്ട്, സ്റ്റേബിൾ റിസൾട്ടാണ്. കഴിഞ്ഞ മാർച്ചിൽ 68 കോടി എന്നുള്ളത് ജൂൺ പൊതുവേ കമ്പനികൾക്ക് വീക്കാണ്, എന്നിട്ട് പോലും ദേ വർ ഏബിൾ ടു മെയിൻറ്റെയിൻ 62 crores ആക്ച്വലി. ആൻഡ് കഴിഞ്ഞ ജൂണിൽ 45 കോടിയേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് 62 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചത്. ആൻഡ് ക്യാഷ് ഫ്ലോ ഇസ് വെരി സ്ട്രോങ്, 195 നിന്നും 244 ആണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വന്നിരിക്കുന്നത്. ആൻഡ് എക്സലന്റ് റേഷ്യോസ്. ഡെപ്റ്റ് ഡേയ്സ് 46, വെരി ഗുഡ് റേഷ്യോസ് ആക്ച്വലി. ഡേയ്സ് പേയബിൾ, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 86, വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് 83 നിന്ന് 59 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. ആൻഡ് അവരുടെ കെയർ എഡ്ജ് ആണ് അവരുടെ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേബിൾ റേറ്റ് ആണ്. കെയർ A മൈനസ് പോസിറ്റീവ് ആണ്. ഇതിൻ്റെ അകത്തുള്ള ഐസിംഗ് ഓൺ കേക്ക് എന്താണെന്ന് അറിയാമോ? റേറ്റിംഗ് ഹിസ്റ്ററി നിങ്ങൾ എടുത്തു നോക്കിയാൽ 2022 കെയർ A മൈനസ് സ്റ്റേബിൾ ആയിരുന്നു, അവിടെ നിന്നാണ് കെയർ A മൈനസ് പോസിറ്റീവ് ആയിട്ട് റിവൈസ് ചെയ്തത്. ദാറ്റ് മീൻസ് അപ്ഗ്രേഡേഷൻ ആണ് റേറ്റിംഗിൽ കമ്പനിക്ക് അവരുടെ പീരീഡ് ഓഫ് ജസ്റ്റ് ഫ്യൂ മന്ത്സ് കൊണ്ട് കമ്പനിക്ക് കിട്ടിയത്. ശരിക്കും ഇറ്റ്സ് എ വെരി ഗുഡ് അച്ചീവ്മെന്റ് ഫോർ ദി കമ്പനി. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാനേ പാടില്ല. കാര്യം പാസ്റ്റ് പെർഫോമൻസ് കനോട്ട് ഗ്യാരണ്ടി ഫ്യൂച്ചർ പെർഫോമൻസ്. സോ ഇത്തരം വീഡിയോകൾ, ഇത്തരം സ്റ്റോക്കുകൾ, ഇത്തരം വീഡിയോസിനൊക്കെ നിങ്ങൾ ലേണിംഗിൻ്റെ ഇൻപുട്ടായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. കൂടുതൽ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ലേണിംഗിൽ ഏറ്റവും ലേൺ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ ഇൻപുട്ട് എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.